വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ ഒരായത്താണ് നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്ത. അല്ലാഹു തആല നമ്മോട് പറയുന്നു, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഫിളു അലസ്സലവാ, സ്വലാത്തിന്റെ ബഹുവചനമാണ് സ്വലവാത്ത്. 5 വക്ത നിസ്കാരങ്ങളുണ്ട് എന്ന് അറിയാത്ത ആളുകളില്ല. 5 വക്ത നിസ്കാരത്തെ ഒരാൾ നിഷേധിച്ചാൽ ഉടനെ അവൻ മതഭ്രഷ്ട് സംഭവിച്ചവനായി. ഇവിടുത്തെ അവിശ്വാസികൾക്ക് പോലും അറിയാം മുസ്ലിമീങ്ങൾക്ക് ഒരു 5 വക്ത നിസ്കാരമുണ്ട് എന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നു, ഹാഫിളു അലസ്സലവാ, നിസ്കാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും. പിന്നീട് അല്ലാഹു പറയുന്നത് വസ്സലാത്തിൽ വുസ്ത, വുസ്തയായ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ് ഈ വുസ്തയായ നിസ്കാരം? 5 വക്ത നിസ്കാരങ്ങളിൽ വുസ്തയായ നിസ്കാരമാണ് സുബ്ഹി നമസ്കാരം. നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് സുബ്ഹിയുടെ ജമാഅത്താണെന്ന് മഹാന്മാരായ ഫഖഹാ രേഖപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ വെച്ച് നാം നിർവഹിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തെ അപേക്ഷിച്ച് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അതിന് 27 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് നൽകുന്ന വലിയ ഒരു ഔദാര്യമാണ്. ഒരു ളുഹർ നിസ്കാരം 27 പ്രാവശ്യം നിർവഹിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം, പ്രിയപ്പെട്ടവരെ, കേവലം ഒരു ഇമാമും മഅ്മൂമുമായി ജമാഅത്തായി നിസ്കരിക്കുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ പറഞ്ഞതിനർത്ഥം 27 പ്രാവശ്യം നിസ്കരിക്കാൻ പാടുണ്ട് എന്നല്ല. അത് വരികൾക്കിടയിലൂടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഏതൊരു ഫർദ് നമസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരവും ഒരിക്കൽ നിർവഹിച്ചാൽ പിന്നീട് മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഒരു പ്രാവശ്യം മാത്രം. ളുഹർ നമ്മൾ നിസ്കരിച്ചു, നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് പൂർത്തിയായപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്. അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് നിസ്കരിക്കാൻ ജമാഅത്തിന് കൂട്ടിനാടില്ല. അപ്പൊ അദ്ദേഹം നമ്മളെ ക്ഷണിക്കുകയാണ്, ഒന്നുകൂടെ നിസ്കരിച്ചാൽ എന്താ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, 2ാമത്തെ നിസ്കാരം ജമാഅത്തായ രൂപത്തിൽ മടക്കി നിസ്കരിക്കൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഫഖഹാ പറയുന്നു. ഇതിനപ്പുറം നിസ്കാരത്തെ ആവർത്തിക്കാൻ പാടില്ല. പക്ഷേ ഒരു 27 ളുഹർ ഒരാൾ നിർവഹിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം കേവലം ഇമാമും മഅ്മൂമുമായി പ്രിയപ്പെട്ടവരെ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അവന് ലഭിക്കുകയാണ്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം വേറെയാണ്. ജമാഅത്ത് എവിടെയാണെങ്കിലും ശരി, അതിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. പള്ളിയാകുമ്പോൾ അതിന്റെ പ്രതിഫലം പിന്നെയും വർദ്ധിക്കുകയാണ്. അത് ജുമുഅത്ത് പള്ളിയിലാകുമ്പോൾ അതിന്റെ പ്രതിഫലം പിന്നെയും വർദ്ധിക്കുകയാണ്. നല്ല കരുത്തനായ സാലിഹായ മുത്തഖിയായ ആലിമായ വറഉള്ള ഒരു പണ്ഡിതന്റെ, ഒരു ഇമാമിന്റെ കീഴിൽ വെച്ചാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ പ്രതിഫലം പിന്നെയും 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 വർദ്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് സുബ്ഹി നമസ്കാരം എന്ന് പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരൊറ്റ നിസ്കാരവും നമ്മൾ ഖളാ ആക്കാതെ നിർവഹിക്കണമെന്നാണ്. അത് മുസൽമാന്റെ ഒരു ക്വാളിറ്റിയാണ്, ഒരു ഐഡന്റിറ്റിയാണ്. നമ്മുടെ നിസ്കാരം ഉപേക്ഷിച്ച് പോയാൽ പിന്നെ നമ്മുടെ പേരിന് പ്രിയപ്പെട്ടവരെ പ്രത്യേകമായ അർത്ഥങ്ങളൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, അൽ ഫർഖു ബൈനനാ വബൈനൽ മുശ്രികീന അസ്സലവാത്തുൽ ഖംസ്.
മുസ്ലിങ്ങളുടെയും അവിശ്വാസികളുടെയും ഇടയിലുള്ള അടിസ്ഥാനപരമായ വേർതിരിവ് അത് 5 വക്ത് നിസ്കാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസൽമാന്റെ ശരീരത്തിന് എന്ത് പവിത്രതയാണ്? ഒരു പവിത്രതയുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുബഹി നമസ്കാരം, ആ സുബഹി നമസ്കാരം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ പ്രഭാതം ആരംഭിക്കുന്നതെങ്കിൽ മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. പ്രഭാതം കൊണ്ട് ഒരാളുടെ സുബഹി നിസ്കാരം കൊണ്ട് ഒരാളുടെ പ്രഭാതം ആരംഭിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കസ്റ്റഡിയിലും അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറയുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ സുബഹി നിസ്കാരത്തിന്റെ ഒരു ഭംഗി. فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت. അല്ലാഹുവേ, നീയാണ് വിധികർത്താവ്, നിനക്കെതിരെ വിധിക്കുന്നവനൊരാളില്ല. നീ ഒരാളെ ഇസ്സത്തിലാക്കിയാൽ അവനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നീ ഒരാളെ പരാജയപ്പെടുത്തണമെന്ന് കരുതിയാൽ, നീ ഒരാളെ നിസ്സാരക്കാരനാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അയാളെ പ്രതാപിയാക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ് സുബ്ഹി നമസ്കാരം. സുബ്ഹി നിസ്കാരത്തിന് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് സുബ്ഹി നിസ്കാരത്തിന്റെ പ്രത്യേകത? 5 വക്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കണമെന്ന് പറയുന്ന പടച്ച റബ്ബ് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ അടുത്ത ഒരു വാക്യമാണ് വസ്വലാത്തിൽ വുസ്താ. സുബ്ഹി നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ സദസ്സിലുള്ള ഈ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാ വിശ്വാസികളോടും സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവര്, എന്ത് വിഷമം സഹിച്ചും നമ്മുടെ പള്ളിയിൽ നടക്കുന്ന സുബ്ഹി ജമാഅത്തിന് നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കണമെന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ലൊക്കാലിറ്റി മുഴുവനും ഒരു കൊച്ചു പാകിസ്ഥാനാണ്. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് ആളുകൾ കുറഞ്ഞു പോകുന്നു എന്ന് സംശയിക്കുകയാണ്. ബാക്കിയുള്ള നിസ്കാരത്തെ കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നത്, ചിലപ്പോ നമ്മുടെ ജോലിയും കൂലിയും ഡ്യൂട്ടിയും ഒക്കെ ആയി പലയിടങ്ങളിലേക്ക് നമ്മൾ തെന്നിമാറാൻ സാധ്യതയുണ്ട്. പക്ഷേ സുബ്ഹി നിസ്കാരത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും വീടുകളിൽ ഒത്തുകൂടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും, അത് എത്ര മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലെത്തണമെന്ന ഒരു നിർബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതെന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ സംരക്ഷണമാണ്. മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ് ഇന്ന ഖുർആനൽ ഫജ്രി കാന മസ്ഊദാ. സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി മലക്കുകൾ സാക്ഷിയാകുമെന്ന് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള മുൻകർ നകീർ എന്ന് പറയുന്ന മാലാഖമാർക്ക് പുറമെ ഓരോ ദിവസത്തിന്റെ രാവും പകലും നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മലക്കുകൾ സംഗമിക്കുന്ന നിസ്കാരമാണ് സുബ്ഹി നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു തആലയാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു? ഈ പള്ളിയിൽ ഇന്ന് ജുമാക്ക് ആരൊക്കെ നേരത്തെ വന്നു? എത്ര ദിക്ർ ചൊല്ലി? അൽ-കഹ്ഫ് സൂറത്ത് ആരൊക്കെ ഓതി? ആരൊക്കെയാണ് ഇന്ന് സ്വലാത്ത് ചൊല്ലിയത്? ആരൊക്കെയാണ് ആത്മാർത്ഥമായി ആ ജുമായിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലെത്തിയത് എന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഓരോ രാവിലും പകലിലുമായി ഒരു കൂട്ടം മലക്കുകൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറഞ്ഞു വിടുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന മുൻകർ നകീർ റഖീബ് അതീദ് എന്ന് പറയുന്ന മാലാഖമാർക്ക് പുറമെയാണ് ഈ മലക്കുകൾ രംഗപ്രവേശം നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്.
രാവും പകലുമായി മലക്കുകൾ വരുന്നത്. യതഅഖബു ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. ഓരോ രാവിലും ഓരോ പകലിലും പ്രത്യേകം മലക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ രാവിലെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ വിചാരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ പ്രവർത്തനം തുടങ്ങുന്നത് സുബഹി നിസ്കരിച്ചിട്ടാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ സ്ഥലത്തുമുള്ള പള്ളികളിൽ ജമാഅത്തിന് വേണ്ടി സംഘടിക്കുന്നതും മാലാഖമാരാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ആരാ പറയുന്നത്? വിശുദ്ധമായ ഖുർആൻ. ഓരോ പള്ളികളിലെയും ജമാഅത്തുകൾക്ക് വേണ്ടി മലക്കുകൾ സംഘടിക്കുകയാണ്. സഹീഹുൽ ബുഖാരി പറഞ്ഞില്ലേ, വെള്ളിയാഴ്ചയിൽ നിങ്ങളുടെ വരവും പോക്കും നിരീക്ഷിക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഓരോ പള്ളിയുടെയും വാതിലുകളിൽ കാവൽ നിൽക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ആരാണ് പള്ളിയിൽ നേരത്തെ എത്തുന്നത്? മൊത്തം ജുമായുടെ സമയത്തെ 6 പാർട്ടാക്കി തരംതിരിക്കുകയാണ്. എന്നിട്ട് ഒന്നാമത്തെ മണിക്കൂറിൽ വന്ന എത്ര ആളുകൾ, രണ്ടാമത്തെ മണിക്കൂറിൽ വന്ന ആളുകൾ എത്ര, ഇങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം വിലയിരുത്തി ഒന്നാമതായി വന്ന ആളുകൾക്ക് ഒട്ടകത്തെ അറുത്ത കൂലി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പശുവിനെ അറുത്ത കൂലി, ആടിനെ അറുത്ത കൂലി, കോഴിയെ അറുത്ത കൂലി, മുട്ട കൊടുത്ത കൂലി, ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡുകളിലേക്ക് ജുമാക്ക് വന്ന ആളുകളെ തരംതിരിക്കുമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അവസാനം ഇമാം മിമ്പറിലേക്ക് കയറിയാൽ ആ വന്ന മലക്കുകളെല്ലാവരും ഇമാമിന്റെ ഖുത്ബ ശ്രദ്ധിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജുമുഅയുടെ സഫുകളിൽ ഇരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയാണ് സുബഹി ജമാഅത്തിന് വരുന്ന ആളുകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മലക്കുകൾ പങ്കെടുക്കും. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി വരുന്ന മലക്കുകള് അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് സുബഹി നിസ്കാരം കൊണ്ടാണെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം, ഇന്ന് എത്ര പേര് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തു എന്ന് നിരീക്ഷണം നടത്താൻ വരുന്നത് മലക്കുകളാണ്. വസ്വലാത്തിൽ വസ്തയായ നിസ്കാരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോ വസ്തയായ നിസ്കാരത്തെ കുറിച്ച് കാര്യമായ 2 അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് സുബഹി നിസ്കാരമാണ്, മറ്റൊന്ന് അസർ നമസ്കാരമാണ്. രാത്രിയിൽ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ അവര് വിചാരിക്കുന്നു നമ്മുടെ പ്രവർത്തനം തുടങ്ങാൻ നമുക്ക് അസറിന് പങ്കുകൊള്ളാം. രാവിലെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ സുബഹിയുടെ ജമാഅത്തിന് പങ്കെടുക്കുന്നു. രാത്രിയിലെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന മലക്കുകൾ സുബഹി നമസ്കാരം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകാമെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് 5 വക്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വസ്തയായ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണമെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, സുബഹി നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെ ഉണ്ടോ അന്നെല്ലാം ബറക്കത്താണ്. ബുരിക്കലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. എന്റെ ഉമ്മത്തിന് ബറക്കത്ത് വിതരണം ചെയ്യപ്പെടുന്നത് അവരുടെ പ്രഭാത സമയത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയം നിങ്ങളുടെ നിസ്കാരം എല്ലാ വൃത്തികേടുകളിൽ നിന്നും അരാജകത്വത്തിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന പ്രവർത്തനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് തെറ്റുണ്ടാവുകയില്ല. അഥവാ തെറ്റുകൾ വന്നു പോവുകയാണെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ആ നിസ്കാരം ഓരോ വക്തിന്റെയും ഇടയിൽ വന്നുപോയ ചെറിയ ചെറിയ പാപങ്ങളെ ഇല്ലാതെയാക്കുകയാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിന്റെ കതകിന്റെ അല്ലെങ്കിൽ ഗേറ്റിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടോ എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഓരോ ദിവസവും 5 പ്രാവശ്യം ആ നദിയിൽ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ?
നബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, ഒരു ദിവസം 5 പ്രാവശ്യം ഒരു നദിയിൽ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് അഴുക്കിരിക്കാനാണ്? ഇതുപോലെയാണ് 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മുസൽമാനായ മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റു പാപങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ أول ما افترض الله على أمتي الصلاة الخمس. എന്റെ ഉമ്മത്തിന് ആദ്യമായി നിയമമാക്കിയത് 5 വക്ത് നിസ്കാരമാണ്. أول ما يرفع من أعمال أمتي الصلاة الخمس. എന്റെ സമൂഹം നിർവഹിക്കുന്ന സുകൃതങ്ങളിൽ ആദ്യമായി അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതും നിസ്കാരമാണ്. أول ما يسأل من أعمال أمتي الصلاة الخمس. എന്റെ അടിമ നാളെ പരലോകത്ത് ചെല്ലുമ്പോ, എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് ചെല്ലുമ്പോ അവരോട് ആദ്യമായി ചോദിക്കപ്പെടുന്നതും നിസ്കാരത്തിന്റെ കാര്യമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉപേക്ഷയും നമ്മൾ വരുത്തരുത്. നമ്മൾ ഹജ്ജ് ചെയ്താൽ അത് സ്വീകരിക്കണമെങ്കിൽ പോലും ഖളാആയി പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വീട്ടുമെന്ന പ്രതിജ്ഞയെങ്കിലും പ്രിയപ്പെട്ടവരെ ചുരുങ്ങിയത് വേണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ ഹജ്ജ് ചെയ്താൽ എല്ലാം തീർന്നു വിചാരിക്കരുത്. ഹജ്ജ് ചെയ്താൽ പോലും ആ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹ് ജീവിതത്തിൽ ഞാൻ ഇനി ഒരിക്കലും നിസ്കാരം ഖളാക്കുകയില്ല, ഖളാക്കിയ നിസ്കാരങ്ങൾ ഞാൻ നിർബന്ധമായും ഖളാ വീട്ടുമെന്ന പ്രതിജ്ഞ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ അത് ഖളാ വീട്ടിക്കൊണ്ടിരിക്കുകയും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിസ്കാരം ഖളാആയി പോയ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും പള്ളിയിൽ വരുമ്പോ പ്രിയപ്പെട്ടവരെ ഓരോ നിസ്കാരത്തിന്റെയും മുമ്പും പിന്നിലുമായി ഓരോ നിസ്കാരങ്ങൾ നിങ്ങൾ എക്സ്ട്രാ നിസ്കരിക്കണം. ദുഹറിന് വരുമ്പോ ദുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത്, ദുഹറിന്റെ ശേഷം ഒരു 4 റക്അത്ത്. ആ നിലക്ക് നിങ്ങൾക്ക് 1 വർഷം കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ 3 വർഷത്തെ നിസ്കാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇതുപോലെ ജീവിതത്തിന്റെ വിശുദ്ധിയെ നമുക്ക് കാത്തു സൂക്ഷിക്കാനാകും. നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഹജ്ജ് ചെയ്താൽ പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങ് തീർന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. അല്ലാഹുവുമായിട്ടുള്ള ഈ ഉടമ്പടി പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ളതാണ്. അല്ലാതെ നമ്മുടെ തൗബക്ക് അല്ലാഹു തആല സ്വീകാര്യത നൽകുകയില്ല, നമ്മുടെ ഹജ്ജിന് അല്ലാഹു ഖബൂൽ നൽകുകയില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സുബഹി ജമാഅത്തിന് എല്ലാ വിശ്വാസികളും, ബാങ്ക് കേൾക്കുന്ന ഇതിന്റെ പരിസരത്തുള്ള എല്ലാ വിശ്വാസികളും പ്രിയപ്പെട്ടവരെ നമ്മുടെ പള്ളിയിലെത്തുക. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം, വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടാകുമ്പോൾ സുബഹിക്ക് ശേഷം നല്ല മസ്അല ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മറന്നതുണ്ട്, നേരത്തെ നമ്മൾ പഠിക്കാൻ വിട്ടുപോയതുണ്ട്, ജീവിതത്തിന്റെ തിരക്കുകളിൽ പെട്ട് പലതും മറന്നുപോയതുണ്ട്. അതൊക്കെ ഓർമ്മിക്കാൻ പറ്റിയ, എന്തും ചോദിക്കാൻ പറ്റിയ നല്ല ഒരു അവസരമാണ് സുബഹിക്ക് ശേഷമുള്ള ആ മസ്അല ക്ലാസ്. പ്രിയപ്പെട്ടവരെ, അതിൽ നിങ്ങളെല്ലാവരും സംഗമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ SSLCയും +2വും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവരുടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും ഏറ്റവും കൂടുതൽ ഏതാണ് അവരുടെ അവസരങ്ങളെന്ന് ചിന്തിച്ചുകൊണ്ട് പഠനം നടത്താനും വേണ്ടി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള കരിയർ ക്ലാസ് നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കേന്ദ്ര മദ്രസയിൽ, നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ള മദ്രസയിൽ നടത്തുന്നു. എല്ലാ വിദ്യാർത്ഥികളും, SSLCയും അതുപോലെ +2വും വിജയിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നാളെ കൃത്യം 9 മണിക്ക് അതിലെത്തിച്ചേരണം എന്ന് അറിയിക്കുകയാണ്. മരണപ്പെട്ട ഭാര്യ സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ ദർസിലേക്ക് ഒരു ചാക്ക് അരി സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ.
അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഖബറിൽ അല്ലാഹു വെളിച്ചം നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. കാലവർഷത്തിന്റെ കെടുതികളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജമാഅത്തായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിലും നാട്ടിലും ഞങ്ങളുടെ രാജ്യത്തും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പരീക്ഷണ പാത്രങ്ങളായി ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അന്ധരായി, ബധിരരായി, മൂകരായി, അംഗവൈകല്യരായി ജീവിക്കുന്ന അവസ്ഥ ഞങ്ങൾക്കോ മക്കൾക്കോ നീ വരുത്തരുതേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.